വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദി ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഗിഡ്കി എന്ന ലഘുകഥയുടെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ നോക്കാം. ഗിഡ്കി എന്നാൽ ജനൽ, വിൻഡോ എന്നാണ് അർത്ഥം. ഇതൊരു ലഘു കഥയാണ്, അതായത് ഒരു കൊച്ചു കഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് അഞ്ജു ഗർബന്തയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ലേഖികയെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ലേഖിക അഞ്ജു ഗർബന്ത. ഇവരുടെ പേര് പഠിച്ചു വെക്കണം. അഞ്ജു ഗർബന്ത കാ ജന്മ ദില്ലി മേ ഹുവ. അഞ്ജു ഗർബന്തയുടെ ജനനം ഡൽഹിയിലായിരുന്നു. ഇത്ര മാത്രം മക്കൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതലായൊന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ കഥാനായകൻ. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളുമാണിത്. ഇവർ ദില്ലിയിൽ നിന്ന് ഹോഷിയാപൂരിലേക്ക് ട്രെയിൻ യാത്ര പോവുകയാണ്. അവരുടെ ട്രെയിൻ യാത്രാ അനുഭവങ്ങളാണ് ഈ ലഘുകഥയിലെ മുഖ്യ വിഷയം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഓരോ സെന്റൻസിന്റെയും മീനിങ് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ പറ്റൂ. ഹോഷിയാപൂർ സേ ഷാദി കാ ബുലാവ ആയാത. ഹോഷിയാപൂരിൽ നിന്ന്, എന്ന് വെച്ചാൽ ഇൽ നിന്ന്, ഷാദി കാ ബുലാവ ആയാത, ഒരു വിവാഹ ക്ഷണം വന്നിരുന്നു. ഷാദി വിവാഹ, കല്യാണം. ബുലാവ ആയാത, ബുലാവ ക്ഷണം, ആയാത വന്നിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. ആയാത വന്നിരുന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവ, ട്രെയിനിൽ പോവാൻ തീരുമാനിച്ചു. തൈ ഹുവ തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. സർദി മീൻസ് തണുപ്പ്. ഹൽക്കി ഹൽക്കി നേരിയ തോതിൽ. ദസ്തക് ദേനെ ലഗി തി അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ദസ്തക് ദേന അനുഭവപ്പെടുക. ഇസ്ലിയെ അതുകൊണ്ട്, സോച്ച ചിന്തിച്ചു. ചലോ ഇസ് ബാർ AC के बजाय जनरल कोच से सफर का आनंद लिया जाए. ചലോ ഇസ് ബാർ ഇപ്രാവശ്യം. AC के बजाय, കെ ബജായ് എന്ന് വെച്ചാൽ പകരം, കൂടാതെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. AC के बजाय AC കൂടാതെ, ACക്ക് പകരം, ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായ്, ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ആനന്ദിക്കാം. സഫർ യാത്ര. ഇസ്ലിയെ സോച്ച അതുകൊണ്ട് ചിന്തിച്ചു. ചലോ ഇസ് ബാർ ഇപ്രാവശ്യം, AC के बजाय ACക്ക് പകരം, ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായ്, ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര ആനന്ദിക്കാം, യാത്ര ആസ്വദിക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. പഹലെ ആദ്യം. ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുയി. ബീവി മീൻസ് പത്നി, ഭാര്യയും ബച്ചെ കുട്ടികളും, ജനറൽ സെ ജാനെ പർ ജനറൽ പോകുവാൻ, കുച്ച് നാരാസ് ഹുയി ചെറിയ ദേഷ്യമൊക്കെ കാണിച്ചു. അവർക്ക് ആദ്യം ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പർ എന്നാൽ, ഫിർ ദോടി നാ നുക്കുർ കെ ബാദ് മാൻ ഗയേ. ദോടി അല്പം, നാ നുക്കുർ എന്ന് വെച്ചാല് അനിഷ്ടം, എതിർപ്പ്, ചെറിയ എതിർപ്പുകൾക്ക് ശേഷം, ബാദ് ശേഷം, മാൻ ഗയേ അവരത് സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്ന് ലഗ്ഭഗ് ഏകദേശം, 8 ഘണ്ടെ, ഘണ്ടെ ഹവേഴ്സ് മണിക്കൂറുകൾ, സഫർ യാത്ര. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂറുകൾ യാത്രയുണ്ട്. സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തോ അപ്പോൾ, ജ്യാദ പരേഷാനി നെഹി ഹുയി, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജ്യാദ കൂടുതൽ, പരേഷാനി മീൻസ് ഡിഫിക്കൽറ്റീസ് ബുദ്ധിമുട്ടുകൾ, നെഹി ഹുയി ഇല്ലായിരുന്നു. ബച്ചോംനെ ചട് ഗിഡ്കി വാലി സീറ്റ് ചപ്പിടലി. ബച്ചോംനെ കുട്ടികൾ, ചട് പെട്ടെന്ന്, ഗിഡ്കി വാലി സീറ്റ് വിൻഡോയിലുള്ള സീറ്റ്, ചപ്പടലി തട്ടിയെടുത്തു, പിടിച്ചെടുത്തു എന്നൊക്കെയാണ് ചപ്പടലി എന്ന് പറഞ്ഞാൽ. കുട്ടികൾ പെട്ടെന്ന് വിൻഡോ സീറ്റ് പിടിച്ചെടുത്തു. സാരാ സാമാൻ മുഴുവൻ സാധനങ്ങളും, സെറ്റ് ചെയ്തിട്ട്, സെറ്റ് മീൻസ് ഇംഗ്ലീഷ് വേർഡാണ് കേട്ടോ, സെറ്റ് ചെയ്തിട്ട്, മേം ഔർ പത്നി ഞാനും ഭാര്യയും, ബാത്തോമേം സംസാരത്തിൽ, മഷ്കൂൽ ഹോഗി, മഷ്കൂൽ ഹോന മുഴുകുക, സംസാരത്തിൽ മുഴുകി. ഇവിടെ നമ്മുടെ കഥാനായകൻ, അതായത് നമ്മുടെ ഈ കഥയിലെ ഭർത്താവ്, കഥ പറയുന്നത് പോലെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കി നോക്കാം. ദീദി ചേച്ചി,
അപ്പൊ ആരോ വന്ന് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ. ജമ്മു കി ഷാൾ ലേലോ, ജമ്മുവിലെ ഷാളാണ് എടുത്തോളൂ. ബഹുത്ത് ബെഡിയാ ഹെ, ബെഡിയ നല്ലത്, വളരെ നല്ലതാണ്. രംഗ് ബിരങ്കി, രംഗ് നിറം, രംഗ് ബിരങ്കി പല നിറത്തിലുള്ള ഷാളോംക ഷാളുകളുടെ ഭാരീ ഗട്ടർ, ഗട്ടർ ഭാണ്ഡം കെട്ട്, ഭാരീ ഗട്ടർ ഉടായി ഭാരമുള്ള കെട്ടെടുത്തു. एक सांवली सालोनी खजरारी आंखों वाली युवती പത്നി കോ ഇസ്രാർ करने लगी. സാംവലി സലോനി ഇരുണ്ട സുന്ദരിയായ, ഖസ്രാരി ആംഖേം വാലി യുവതി കൺമഷി കണ്ണുകളുള്ള ഒരു യുവതി, പത്നിക്കോ നമ്മുടെ ഭാര്യയെ ഇസ്രാർ करने लगी നിർബന്ധിക്കാൻ തുടങ്ങി. നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട് ഒരു യുവതി ഷാള് വിൽക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാര്യ എന്ത് ചെയ്തു? കിത്തനെ കി ഹേ, എത്രയാണ് ഷാളിന്റെ വില? 2800 की, അടായി 250, 250 രൂപയാണെന്ന് പറഞ്ഞു. ഇത്തനി മഹങ്കി, ഇത്രയും വിലയോ? ഭാര്യ ചോദിക്കാണ്, ഇത്രയും വിലയോ? ജ്യാദാ പീസ് ലോങ്കി തോ കം കർ ദൂങ്കി, ജ്യാദാ കൂടുതൽ, പീസ്, പീസ് ഇംഗ്ലീഷ് വേർഡാണ്. ജ്യാദാ പീസ് ലോങ്കി തോ കൂടുതൽ പീസ് എടുത്താൽ, കം കർ ദൂങ്കി, കം കുറച്ചു തരാം, കൂടുതൽ പീസ് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചു തരാം എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഭാര്യ പറയാണ്, മുച്ചേ ദൂക്കാൻ ഗോൽനി ഹെക്ക, എനിക്കെന്താ കട തുറക്കാനാണോ? കൂടുതൽ പീസ് എടുക്കാൻ പറഞ്ഞപ്പോ ഭാര്യ ചോദിക്കാണ്, എനിക്കെന്താ കട തുറക്കാനാണോ? ദൂക്കാൻ കട. അപ്പോൾ ആ യുവതി പറയാണ്, ലേലോന എടുത്തോളൂ, ബഹനോം ഔർ ബാബിയോം കേലിയെ, സഹോദരിമാർക്കും ചേച്ചിമാർക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തോളൂ. ബഹൻ മീൻസ് സിസ്റ്റേഴ്സ്, ബാബിയോ മീൻസ് സിസ്റ്റർ ഇൻ ലോ, സഹോദരിമാർക്കും ചേച്ചിമാർക്കൊക്കെ വേണ്ടി എടുത്തോളൂ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ഭർത്താവിന് മനസ്സിലായി ഭാര്യ ഷാള് വാങ്ങാനുള്ള തയ്യാറെടുപ്പാണെന്ന്. മേംനെ, ഞാൻ എന്ന് പറയുന്നത് കഥയിലെ ഭർത്താവ്. മേംനെ ഞാൻ, പത്നിക്കോ ഇഷാരാക്കിയ, ഭാര്യയോട് ആംഗ്യം കാണിച്ചു. തോ അപ്പോൾ, ഉസ്നെ അവൾ, ആംഗേയും തരേർക്കർ, തരേർക്കർ ഉരുട്ടിക്കൊണ്ട്, കണ്ണുരുട്ടിക്കൊണ്ട്, മുച്ചേ എന്നോട്, ചുപ്പ് രഹിനേക്കാ സങ്കേതിയ, മിണ്ടാതിരിക്കാൻ സൂചന നൽകി. അച്ഛ ശരി, 5 പീസ് ലൂത്തോ, 5 പീസ് എടുത്താൽ, കിത്തനേക്ക് ദോങ്കി, എത്രക്ക് തരും? ഭാര്യ യുവതിയോട് ചോദിക്കാണ്, 5 പീസ് എടുത്താൽ എത്രക്ക് തരും? 200 രൂപയെ പെർ പീസ് ലേ ലേനാ ദീദി, ഒരു പീസിന് 200 രൂപക്ക് തരാം. 5 പീസ് നിങ്ങൾ എടുത്താൽ 200 രൂപയെ പെർ, 200 രൂപക്ക് തരാം. പീസ് ഒന്നിന് 200 രൂപയാക്കിയിട്ട് തരാം. അത് പറ്റില്ല. 100 രൂപയെ പെർ പീസ്, നമ്മുടെ ഭാര്യ വിലപേശാണ് അല്ലെ, നമ്മുടെ ഭാര്യ വിലപേശാണ്. 100 രൂപയെ പെർ പീസ്, 100 രൂപ ഒരു പീസിന് വേണം. ദീദി ചേച്ചി, 100 രൂപയെ, 100 തോ ബഹുത്ത് കം ഹെ, 100 എന്ന് വെച്ചാൽ വളരെ കുറവാണ്. കഹത്തെ ഹുയെ, അങ്ങനെ പറഞ്ഞുകൊണ്ട്, ഉസ്കാ ഗല രുദ് ഗയ, അവളുടെ തൊണ്ട ഇടറി, ലുദ്ഗയ ഇടറിപ്പോയി. ഔർ ഉസ്കി കസ്രാരി ആംഗേം, എന്നിട്ട് അവളുടെ കൺമഷി കണ്ണുകൾ, കസ്രാരി ആംഗേം കൺമഷി കണ്ണുകൾ, ബർ ആയി നിറഞ്ഞു. 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ തൊണ്ട ഇടറി അല്ലെ, എന്നിട്ട് അവളുടെ കൺമഷി കണ്ണുകൾ നിറഞ്ഞു. നമ്മുടെ യുവതിയുടെ കണ്ണ് നിറഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യക്ക് സങ്കടായി. ചൽ ഇന്ന തേരി ഇന്ന മേരി, ചൽ നടക്കട്ടെ, നമ്മുടെ കച്ചവടം നടക്കട്ടെ. ഇന്ന തേരി ഇന്ന മേരി, നിനക്കൂല്ല എനിക്കൂല്ല, നീ പറഞ്ഞതുമല്ല ഞാൻ പറഞ്ഞതുമല്ല. 150 പെർ പീസ്, 150 രൂപ ഒരു പീസിനായി കച്ചവടം നടക്കട്ടെ. അച്ഛാ ദീദി, ശരി ദീദി. അപ്പൊ നമ്മുടെ യുവതിക്ക് ഹാപ്പിയായി. ടീക്ക് ഹേ ലോ, എടുത്തോളൂ. രംഗ് പസന്ത് കർലോ, പസന്ത് ഇഷ്ടം, ഇഷ്ടമുള്ള നിറം നോക്കി എടുത്തോളൂ. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹ, കുറച്ച് ചിന്തിച്ചുകൊണ്ട്, സോച്ചത്തെ ഹുയെ ചിന്തിച്ചുകൊണ്ട്, ഉസ്നെ കഹ അവൾ അങ്ങനെ പറഞ്ഞു. ഔർ ഗട്ടർ, എന്നിട്ട് ആ കെട്ട്, ഷാളിന്റെ കെട്ട്, പത്നിക്ക് സാമിനെ സർക്കാദിയ, സാമിനെ മുന്നിലേക്ക്, സർക്കാദിയ നീക്കി വെച്ചു. ആ കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. പത്നീനെ ഭാര്യ, 5 ഷാളയും അലഗ് കർലി, 5 ഷാളുകൾ മാറ്റിവെച്ചു. ഔർ എന്നിട്ട്, മേരി ഓർ തേക്ക്, എന്റെ നേരെ നോക്കി, ഓർ നേരെ, എന്റെ നേരെ നോക്കിയിട്ട്, രൂപയെ ദേനേക്ക ഇഷാരാക്കിയ, പണം നൽകാൻ വേണ്ടി ഇങ്ങനെ ആംഗ്യം കാണിച്ചു. മേംനെ ഞാൻ, ചട് പെട്ടെന്ന്, 750 രൂപയെ നികൽക്കർ ദേദിയ, 750 രൂപ എടുത്ത് കൊടുത്തു.
നിക്കാൽക്കർ പുറത്തെടുത്ത് എന്നാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് 750 രൂപ എടുത്ത് കൊടുത്തു. ഭാര്യ നേരത്തെ തന്നെ ഭർത്താവ് ആംഗ്യം കാണിച്ചപ്പോൾ കണ്ണുരുട്ടി പേടിപ്പിച്ചതാണ്. അപ്പോൾ പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് 750 രൂപ എടുത്ത് നൽകി എന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഉസ്കെ ജാനേക്ക് ബാദ് ശേഷം, അവൾ പോയതിനു ശേഷം, രാസ്തേബർ വഴി മുഴുവൻ എന്ന് വെച്ചാൽ അവരുടെ യാത്ര മുഴുവൻ, പത്നിക്ക് സൂയി ഭാര്യയുടെ ചിന്ത, സൂയി എന്ന് വെച്ചാൽ സൂചി എന്നൊരർത്ഥം കൂടെ ഉണ്ട്, ഇവിടെ ചിന്ത എന്നാണ് അർത്ഥം വരുന്നത്. പത്നിക്ക് സൂയി ഭാര്യയുടെ ചിന്ത, ഇസീ ബാത് പർ ഈ കാര്യത്തിൽ, അടക്കി രഹി തങ്ങി നിൽക്കുകയായിരുന്നു, കുടുങ്ങിയിരിക്കുകയായിരുന്നു. അവള് പോയതിനു ശേഷം യാത്ര മുഴുവൻ ഭാര്യയുടെ ചിന്ത ഈ കാര്യത്തിലാണ് കുടുങ്ങിക്കിടന്നത്. എന്താണ്? ഓ ഏക്ക് ബാർ മേം ഹി ടേട്ട് സൗമ്യം മാൻകി, അവൾ ഒറ്റ തവണയിൽ തന്നെ ടേട്ട് സൗമ്യം 150 മാൻകയി സമ്മതിച്ചു. അവളോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ 150 സമ്മതിച്ചു. ഗലത്തിക്ക് അത് തെറ്റായി പോയി. ദോടാ തോൽമോൽ അവർ കർണ ചാഹിയത, ദോടാ കുറച്ചുകൂടി, തോൽമോൽ കർണ എന്ന് വെച്ചാൽ വില പേശ, കുറച്ചുകൂടി വില പേശാമായിരുന്നു. ദോടാ തോൽമൂൽ അവർ കർണ ചാഹിയത, എനിക്ക് കുറച്ചുകൂടി വില പേശാമായിരുന്നു എന്നാണ് ഭാര്യ ചിന്തിച്ചത്. അവർ മേരിയ സൂയി എന്നാൽ എന്റെ ചിന്ത, എന്റെ എന്ന് വെച്ചാൽ ഭർത്താവിന്റെ ചിന്ത, അതീത് മേം ജാ അടക്കി രഹീതി, അതീത് പാസ്റ്റ് കാലത്തിലാണ് അടക്കീതി കുടുങ്ങിക്കിടന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ചിന്ത കുടുങ്ങിയത്? എവിടെയാണ്? ബേട്ടിക്കോ ഗോതുമേം വിട്ട, മകളെ മടിയിലിരുത്തിയിട്ട്, മടിയിലിരുത്തിയിട്ട്, റെയിൽ ഗാഡിക്ക് ഗിടുക്കി വിൻഡോ, നമ്മുടെ കഥയുടെ പേരാണ് അല്ലെ, ട്രെയിനിന്റെ വിൻഡോയിലൂടെ, ചാങ്ക്ത എത്തി നോക്കി, ചാങ്കിനാന്ന് വെച്ച് എത്തി നോക്കിക്കൊണ്ട്, മേം സോച്ച് രഹാദ ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്താ ചിന്തിച്ചത്? മേരെ പിതാബി എന്റെ അച്ഛനും, റെയിൽ ഗാഡിമേ ട്രെയിനിലെ, സാമാൻ ബേച്ച് സാധനങ്ങൾ വിറ്റുകൊണ്ട്, ബേച്ചിന വിൽക്കുക, വിറ്റുകൊണ്ട്, ജബ് ദക്കേ ഹാരെ ക്ഷീണിച്ചുകൊണ്ട്, ഗർ ആത്തെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ ഉൻകി ആങ്കോമേം അവരുടെ കണ്ണുകളിലും, വഹീ നമി മീൻസ് നനവ്, ഇതേ നനവുണ്ടായിരുന്നു, ജോ അത്, ആജ് ഇന്ന്, ഉസ് യുവതിക്ക് ആങ്കോമേം ദി അത് ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനും ട്രെയിനിൽ സാധനം വിൽക്കുന്ന ജോലിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ ഈ യുവതിയുടെ കണ്ണിൽ കണ്ട അതേ നനവ് അന്ന് അച്ഛന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ കാഴ്ച തന്നെ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ചിലതിനെ പോസിറ്റീവായി കാണുന്നു, ചിലർ നെഗറ്റീവായി കാണുന്നു, ചിലരെ സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്, ചിലതിനെ പുച്ഛത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ നമ്മുടെ ലേഖിക നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോട് നിഷ്കളങ്കതയോടുകൂടിയും സഹാനുഭൂതിയോടുകൂടിയും പെരുമാറണം എന്നാണ്. മറ്റുള്ളവരുടെ സമയത്തിനും പ്രവൃത്തിക്കൊക്കെ വില കൊടുക്കണം എന്ന സൂചനയൊക്കെയാണ്. ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ ഇവിടെ മുകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.